ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിലെ പരീക്ഷയിൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടത്തക്ക വിധം ഭാരതത്തിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. മറ്റേതെങ്കിലും GK ആവശ്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം. നമ്പർ 8921945001. ചോദ്യോത്തരങ്ങൾ ഇവയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം 28 മെയ് 2023. ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പി ബിമൽ പട്ടേൽ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് എത്ര നിലകളുണ്ട്? 4 നിലകൾ. പുതിയ ലോക്സഭാ ചേംബറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്ര? 888. പുതിയ പാർലമെൻറ്റ് സമുച്ചയത്തിൻ്റെ വിസ്തീർണം 64,500 ചതുരശ്ര മീറ്റർ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് എത്ര പ്രധാന കവാടങ്ങളുണ്ട്? പ്രധാനമായും 3 കവാടങ്ങൾ. അവ ഗ്യാൻദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിവയാണ്. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ 24 ശിലാചക്രങ്ങളുടെ പ്രതിരൂപവും കർമ്മദ്വാറിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ പാർലമെൻറ്റ് സമുച്ചയത്തിൻ്റെ ഉയരം 39.6 മീറ്റർ. പുതിയ രാജ്യസഭാ ചേംബറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 384. പുതിയ പാർലമെൻറ്റ് സമുച്ചയത്തിൻ്റെ പ്രധാന കരാറുകാരൻ ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് ആരാണ്? നരേന്ദ്രമോദി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രതീക്ഷിത ആയുസ് എത്രയാണ്? 150 വർഷം. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ന്യൂഡൽഹി. ഏത് പദ്ധതിക്ക് കീഴിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്? സെൻട്രൽ വിസ്ത പദ്ധതി. എന്താണ് സെൻട്രൽ വിസ്ത പദ്ധതി? രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള നവീകരണ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതിയായി അറിയപ്പെടുന്നത്. ഏതാണ്ട് 3.5 കിലോമീറ്റർ നീളം വരും. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്? നഗര മന്ത്രാലയം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ്? ത്രികോണം. പുതിയ ലോക്സഭാ ചേംബറിൻ്റെ തീം എന്താണ്? മയിൽ. പുതിയ രാജ്യസഭാ ചേംബറിൻ്റെ തീം എന്താണ്? താമര. പുതിയ മന്ദിരത്തിലെ അശോക സ്തംഭത്തിൻ്റെ ഉയരം എത്രയാണ്? 6.5 മീറ്റർ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രാരംഭ നിർമ്മാണ ചെലവ് എത്രയാണ്? 861.9 കോടി. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ടത് എന്നായിരുന്നു? 10 ഡിസംബർ 2020. 10 ഡിസംബർ 2020. പുതിയ പാർലമെൻറ്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ്? HCP ഡിസൈൻസ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭാ സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിനടുത്തായി എന്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? ചെങ്കോൽ. ചെങ്കോൽ ചോള രാജവംശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സംയുക്ത സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ ലോക്സഭാ ഹാളിൽ എത്ര അംഗങ്ങളെ ഉൾക്കൊള്ളാനാകും? 1272. ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്.